കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, ഗോവിന്ദച്ചാമി ജയിൽ ചാടി. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായി കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ പ്രതിനിധി രാഹുൽ ചായ പോലും കുടിക്കാതെ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. എന്താണ് രാഹുൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദേശിയ ചായ പോലും കുടിക്കാതെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയിരിക്കുന്നു. ഓ, വളരെ പ്രധാനപ്പെട്ട ന്യൂസ്. എടാ മണ്ട, അതിന് ഞാനും പറഞ്ഞ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അതായത് ഈ കാണുന്ന ഗോവിന്ദച്ചാമി ഒരിക്കലും ഇത്രയും വലിയ ഹൈറ്റിൽ നിന്ന് താഴോട്ട് എടുത്തു ചാടത്തില്ല. വേണം ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം സഹോദര. നല്ല മേക്കപ്പ് ആണല്ലോ. എന്തോ പണി? കല്ല് കൊത്താനുണ്ടോ? കല്ല് അതാണോ? ആ കല്ലിന്റെ മണ്ടയിലോട്ടൊന്ന് കയറിക്കൂ. അതെ ഷിയ, ഞെട്ടിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടിയിരിക്കുന്നു. ഗോവിന്ദസ്വാമിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓ, എക്സ്ക്ലൂസീവ് ന്യൂസ്. നമ്മുടെ പ്രതിനിധി രാഹുൽ നമുക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ന്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്നു. ജന്മഭൂമിയിൽ മാത്രം എക്സ്ക്ലൂസീവ്. ഗോവിന്ദച്ചാമിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. അതെ, ഈ കല്ലറയ്ക്കുള്ളിലാണ് ഗോവിന്ദസ്വാമി ഒളിച്ചിരിക്കുന്നത്. നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. നീ ഇച്ചിരി അങ്ങോട്ടൊന്ന് മാറി. എടാ മണ്ട, നിന്നോട് തിരക്കാൻ പറ്റ ഗോവിന്ദച്ചാമിയാ, ഇത് ഗോപൻസ്വാമി. അപ്പൊ ഇതല്ലേ അത്? എടാ മണ്ട, പോയി ഗോവിന്ദച്ചാമി തപ്പട. ഒന്നുകൂടെ ആ പേരൊന്നുകൂടെ പറയോ? വ്യക്തമായില്ലായിരുന്നു. ഒന്നും പറയണ്ട, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഗോവിന്ദച്ചാമി മറ്റേ കൈയില്ലാത്തവൻ, അവനെ തപ്പിക്കോളാം. സഹോദരങ്ങൾ, ഇദ്ദേഹത്തിന് ഒരു 5 അടി 5 ഇഞ്ച് ഉയരമില്ല. ഇദ്ദേഹത്തിന് എങ്ങനെ ഈ മതിലിന്റെ മുകളിൽ കയറാൻ പറ്റും? നിങ്ങൾ പറയൂ ചേട്ടാ. ആരുടെയെങ്കിലും പുറത്ത് ചവിട്ടി കയറിയതാണെങ്കിലോ? പട്ടവുകൾ കയറ്റി എന്നാലും ഇതിന്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറാൻ പറ്റും? ചേട്ടാ, മേളിൽ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതേ പിടിച്ച് കേറിയാ പോരെ? ഇവൻ അങ്ങനെയൊക്കെ കയറാൻ കഴിവുള്ളവനാണോ? ചേട്ടാ, എന്നെ പോലെ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് സിമ്പിൾ ആയിട്ട് മേളിൽ കയറിക്കൂടെ? എന്നാലും അതിനൊരു ലോജിക്കില്ല. ആ ചേട്ടൻ താഴോട്ട് വളരെ നന്ദി. ചേട്ടൻ നല്ലതേ വരത്തുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല ചേട്ടാ, ടിക്കറ്റ് കയറാൻ പറ്റും ചേട്ടാ. നമ്മുടെ പ്രിയനായ തൻവീർ MLA നമ്മുടെ ഗോവിന്ദച്ചാമിയെ കൊണ്ട് തന്നെ ഡെമോ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നുള്ളത്. സംഭവം അബദ്ധം പറ്റിയതാണ് പ്രാഥമികമായി കിട്ടുന്ന റിപ്പോർട്ട്. എന്തായാലും തൻവീർ MLA പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, സാറിന്റെ ചാനലിന് ഇപ്പൊ 2 മില്യൺ ആയിട്ടുണ്ട്. അയ്യോ, ഞാൻ അറിഞ്ഞതേ ഇല്ല. അന്നേരത്തെ ഒരു വാശിലങ്ങ് പറ്റിപ്പോയതാ. കുഴപ്പമില്ല, നല്ല വ്യൂ കിട്ടുന്നുണ്ട് ചാനലിൽ. ഇപ്പൊ എങ്ങനെയുണ്ട് ചാനലിന്റെ പ്രതികരണം? എനിക്ക് മുണ്ട് വെക്കാൻ പറ്റുന്നില്ല. കൈ പിടിച്ചോണ്ടാ പോരാ.